നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാവ് പിടിയിൽ. തമിഴ്നാട് ട്രിച്ചി സ്വദേശി ധർമ്മരാജനാണ് പിടിയിലായത്. ആളൂർ പട്ടേപ്പാടത്ത് നിന്ന് മോഷണം നടത്തിയ കോടാലി സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആളൂപ്പറമ്പിൽ 50 വയസ്സുള്ള സുരേഷാണ് പോലീസ് പിടിയിലായത്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തും പ്രാഥമികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് സ്നേഹസംഗമം സംഘടിപ്പിച്ചു. KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാ വർക്കേഴ്സ് നടത്തുന്ന അവകാശ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധയിടങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വിവാഹത്തിന്റെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് നടക്കുന്നതിനിടെ ഫോട്ടോഗ്രാഫറെ സാമൂഹിക വിരുദ്ധർ കത്തികൊണ്ട് കുത്തിയതായി പരാതി. കല്ലൂർ ഞെള്ളൂരിലാണ് സംഭവം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിലാണ് വ്യാപാരം നടക്കുന്നത്. വാർത്തകൾ വിശദമായി. തമിഴ്നാട്ടിലും കേരളത്തിലുമായി ഉടനീളം കേസുകളുള്ള കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. തമിഴ്നാട് ട്രിച്ചി സ്വദേശി ധർമ്മരാജനാണ് പിടിയിലായത്. 2021 പേരാമ്പ്രയിൽ സ്വകാര്യ സ്ഥാപനം കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിൽ ധർമ്മരാജനെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മോഷണ സമയം CCTVയിൽ ധർമ്മരാജന്റെ മുഖം വ്യക്തമായി പതിഞ്ഞിരുന്നു. മോഷണം നടത്തിയതിനു ശേഷം ഒളിവിൽ പോയ ധർമ്മരാജനെ തമിഴ്നാട്ടിലും കേരളത്തിലും പല സ്ഥലങ്ങളിലും പോലീസ് അന്വേഷിച്ചിരുന്നുവെങ്കിലും പിടികെട്ടിയിരുന്നില്ല. തുടർന്ന് പേരാമ്പ്രയിൽ ഈ കഴിഞ്ഞ ഫെബ്രുവരി 10 നടന്ന കവർച്ചയുമായി ബന്ധപ്പെട്ട് കൊടകര ഇൻസ്പെക്ടർ PK ദാസ് നടത്തിയ അന്വേഷണത്തിലാണ് ധർമ്മരാജൻ തമിഴ്നാട് പുതുക്കോട്ട ഡിസ്ട്രിക്ട് ജയിലിൽ ഉള്ളതായി അറിവ് ലഭിച്ചത്. ഫെബ്രുവരി 15 തമിഴ്നാട്ടിലെ കേസിലാണ് ജയിലിൽ ആയിട്ടുള്ളത്. തുടർന്ന് ഇരിങ്ങാലക്കുട JFCM കോടതിയിൽ നിന്നും പ്രൊഡക്ഷൻ വാറന്റ് ഇഷ്യൂ ചെയ്ത് പുതുക്കോട്ട ജയിലിൽ നിന്നും കൊടകര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ധർമ്മരാജന് കേരളത്തിൽ ഉടനീളം പല സ്റ്റേഷനുകളായി ധാരാളം കേസുകളുണ്ട്. ഒരു ദിവസം തന്നെ അടുത്തടുത്തുള്ള വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തുക എന്നതാണ് പ്രതിയുടെ രീതി. തൃശൂർ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS, ചാലക്കുടി DYSP K സുമേഷ്, കൊടകര ഇൻസ്പെക്ടർ PK ദാസ്, SI EA സുരേഷ്, ASIമാരായ ഷീബ അശോകൻ, ബൈജു, ബിനു പൗലോസ്, ആഷ്ലിൻ, SCPO സഗത്, സനൽകുമാർ, CPO ശ്രീജിത്ത്, അഭിലാഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ആളൂർ പട്ടേപ്പാടത്ത് നിന്ന് മോഷണം നടത്തിയ കോടാലി സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആളൂപ്പറമ്പിൽ 50 വയസ്സുള്ള സുരേഷാണ് പോലീസ് പിടിയിലായത്. ഇയാൾ മോഷ്ടിച്ച 46.100 കിലോഗ്രാം കുരുമുളകും 20 കിലോഗ്രാം കൊട്ടടക്കയും ഇരിങ്ങാലക്കുട പോലീസ് പിടികൂടി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ PR ദിനേശ് കുമാർ, KP രാജു, സിവിൽ പോലീസ് ഓഫീസർമാരായ സുമേഷ്, കൃഷ്ണദാസ്, സനീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. സുരേഷ് ചാലക്കുടി, വെള്ളിക്കുളങ്ങര, വെറ്റിലപ്പാറ, പീച്ചി, ചേർപ്പ്, പുതുക്കാട്, ആളൂർ, തൃശൂർ ഈസ്റ്റ് എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി സമാനമായ 8 മോഷണ കേസുകളിൽ പ്രതിയാണ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തും പ്രാഥമികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് സ്നേഹസംഗമം സംഘടിപ്പിച്ചു. KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് എന്നിവർ മുഖ്യാതിഥികളായി. തൃശൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ PR അനു, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മേരിക്കുട്ടി വർഗീസ്, പഞ്ചായത്ത് അംഗങ്ങളായ ഹനിത ഷാജു, PR കപിൽരാജ്, മോഹനൻ തൊഴുക്കാട്ട്, ഗിഫ്റ്റി ഡെയ്സൺ, KK സലീഷ്, ലിൻഡോ തോമസ്, മേഴ്സി സക്കറിയ, സൈമൺ നമ്പാടൻ, അജിഷ് മുരിയാടൻ, അനു പനങ്കൂടൻ, കല്ലൂർ ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ CI സിൽവി, തൃക്കൂർ ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ അനീസ V അലി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സന്ദീപ് കണിയത്ത്, VM സനീഷ്, VK സുലൈമാൻ, അനിൽകുമാർ, രാഘവൻ മുളങ്ങാടൻ, KC പീറ്റർ, സെബാസ്റ്റ്യൻ മഞ്ഞലി, പാലിയേറ്റീവ് വളണ്ടിയർ വർഗീസ് രായപ്പൻ, പാലിയേറ്റീവ് കമ്മ്യൂണിറ്റി നഴ്സ് റെനി ജോൺസൺ, തൃക്കൂർ പഞ്ചായത്ത് സെക്രട്ടറി VV പ്രതീഷ് എന്നിവർ പ്രസംഗിച്ചു. ഹെൽത്ത് സെൻ്ററിൻ്റെ ഒരു ഉദ്ഘാടന പരിപാടിക്ക് വന്നതിനെ തുടർന്നാണ് ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് സംസാരിക്കുന്നില്ല. പൊതുവിൽ ഇത്തരം വേദികളിലൊന്നും കൂടുതൽ കാര്യങ്ങൾ
പ്രസംഗിക്കുന്നത് നല്ലതല്ല എന്ന ഒരു പൊതു സമീപനമാണ് എൻ്റേതും. വരാൻ സാധിക്കാറുണ്ട്. അദ്ദേഹത്തെ ഒരുപാട് ആഗ്രഹമായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ സംഗമത്തിൽ പങ്കെടുക്കുക എന്നത്. പക്ഷേ സാധിക്കാതെ പോയി. അപ്പൊ അടുത്തൊരു മീറ്റിംഗിൽ വരാനാണ് അദ്ദേഹം എത്തിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ത്രിപുരപഞ്ചായത്തിൽ ഒരുപാട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ നല്ലവരായ പാലിയേറ്റീവ് വളണ്ടിയേഴ്സ്, നമ്മുടെ മെഡിക്കൽ ഓഫീസർ, നമുക്ക് അവരോടൊപ്പം കുറച്ചു നേരം ചെലവാക്കുമ്പോൾ അവർക്കും അതൊരു സന്തോഷം, നമുക്കും മനസ്സിനത് ഏറ്റവും വളരെ സന്തോഷം തന്നെയാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുൻപിൽ ആശാ വർക്കേഴ്സ് നടത്തുന്ന അവകാശ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് പറപ്പൂക്കര മണ്ഡലം കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. UDF നിയോജക മണ്ഡലം കൺവീനർ സോമൻ മുത്രത്തിക്കര യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറത്തല അധ്യക്ഷത വഹിച്ചു. ആശാ തൊഴിലാളികൾ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സമരം നടത്തുന്നതെന്നും മിനിമം കൂലിയായി ദിവസം 700 രൂപ വെച്ച് 21,000 രൂപ മാസം നൽകണമെന്നും റിട്ടയർ ചെയ്യുമ്പോൾ 5 ലക്ഷം രൂപ തൊഴിലാളികൾക്ക് നൽകണമെന്നും യോഗം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. പോളി പറപ്പൂക്കര, വിശ്വംഭരൻ നന്ദിക്കര, കുഞ്ഞുവറി നന്ദിക്കര, വിജയൻ രാപ്പാൾ എന്നിവർ നേതൃത്വം വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റീന ഫ്രാൻസിസ്, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ NM പുഷ്പാകരൻ, ബ്ലോക്ക് ഭാരവാഹികളായ ഉല്ലാസ് ബാബു പോങ്കത്ര, രാജൻ രാപ്പാൾ, VB നാരായണൻകുട്ടി, ഷാജി മേനോട്ട്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജിമോൾ ഷാബു, TD വാസുദേവൻ എന്നിവർ പ്രസംഗിച്ചു. ആശാ ഹെൽത്ത് വർക്കേഴ്സ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹിളാ കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റി പുതുക്കാട് സെന്ററിൽ തീപ്പന്തം കൊളുത്തി പ്രതിഷേധിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രജനി സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഭാരവാഹികളായ റെജി ജോർജ്, റീന ഫ്രാൻസിസ്, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര, മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ, KV കല്യാണി, അജിമോൾ, സതി സുധീർ, പ്രീതി ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ആശാ വർക്കർമാരെ സർക്കാർ അവഗണിക്കുന്നെന്ന് ആരോപിച്ച് കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിച്ചതണ്ടൽ സമരം നടത്തി. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാർക്ക് സർക്കാർ നിശ്ചയിച്ച മിനിമം വേതനം 21,000 രൂപ അനുവദിക്കണമെന്നും പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ അനുവദിക്കണമെന്നും അമിത ജോലിഭാരം ഏൽപ്പിക്കരുതെന്നും ഉദ്ഘാടകൻ പറഞ്ഞു. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് തൃശൂർ ജില്ലാ അധ്യക്ഷ ശകുന്തള സജീവ്, ജില്ലാ സെക്രട്ടറി വിദ്യ രമേശ്, ജില്ലാ ട്രഷറർ വിജിനി ഗോപി എന്നിവർ സമരത്തിന് നേതൃത്വം വഹിച്ചു. വിവാഹത്തിന്റെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് നടക്കുന്നതിനിടെ ഫോട്ടോഗ്രാഫറെ സാമൂഹിക വിരുദ്ധർ കത്തികൊണ്ട് കുത്തിയതായി പരാതി. കല്ലൂർ ഞെള്ളൂരിലാണ് സംഭവം. വിവാഹത്തിനു ശേഷം വധുവരന്മാരുടെ ഫോട്ടോഷൂട്ട് നടത്തുന്നതിനിടെ ഞെള്ളൂർ പാടത്ത് കറങ്ങി നടന്നിരുന്ന 6 പേരാണ് ഫോട്ടോഗ്രാഫറെയും വീഡിയോഗ്രാഫറെയും ആക്രമിച്ചത്. ഫോട്ടോഗ്രാഫറെ നെഞ്ചിലേക്ക് കത്തി ഉപയോഗിച്ച് കുത്താൻ ശ്രമിച്ചെന്നും ഒഴിഞ്ഞു മാറിയതിനാൽ വയറിന്റെ വശത്ത് കത്തികൊണ്ട് പരിക്കേൽക്കുകയും ചെയ്തു. വീഡിയോഗ്രാഫറെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും സംഘം പല വഴിക്കായി ഓടി രക്ഷപ്പെട്ടു. പ്രായപൂർത്തിയാകാത്തവരും സംഘത്തിലുണ്ടായിരുന്നതായി പരാതിക്കാർ പറഞ്ഞു. പരിക്കേറ്റ കല്ലൂർ സ്വദേശിയായ ഫോട്ടോഗ്രാഫർ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഞെള്ളൂർ, വട്ടനാത്തറ, ആദൂർ ഭാഗങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ആളൊഴിഞ്ഞ പാടപ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെയും ലഹരി ഉപയോഗിക്കുന്ന സംഘങ്ങളുടെയും ശല്യം രൂക്ഷമാണെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിലാണ് വ്യാപാരം നടക്കുന്നത്. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായി 240 രൂപയാണ് 1 പവൻ സ്വർണത്തിന് വർദ്ധിച്ചത്. 1 പവൻ സ്വർണത്തിന്റെ വിപണി നിരക്ക് 64,600 രൂപയാണ്. സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം വാങ്ങണമെങ്കിൽ 70,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 8,055 രൂപയായി. 1 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 6,625 രൂപയാണ്. 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 107 രൂപയാണ്. ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ വടക്കാഞ്ചേരിയിൽ സംഘടിപ്പിച്ച മിസ്റ്റർ തൃശൂർ ചാമ്പ്യൻഷിപ്പിൽ
കിഡ്സ് വിഭാഗം ചാമ്പ്യൻ പട്ടം നേടിയ കുരുന്നുകൾ ശ്രദ്ധേയരാകുന്നു. തൃക്കൂർ പഞ്ചായത്ത് 12-ാം വാർഡ് കാവല്ലൂർ കരിപ്പറമ്പിൽ ജിൻഷാദ് കൗലത്ത് ദമ്പതികളുടെ മക്കളായ ആദിൽ, അമാൻ എന്നിവരാണ് കിഡ്സ് വിഭാഗം മിസ്റ്റർ തൃശൂർ കിരീടം ചൂടിയത്. 12 വയസ്സിന് താഴെയുള്ളവരുടെ വിഭാഗത്തിൽ പങ്കെടുത്താണ് ഇവരുടെ നേട്ടം. ശരീര സൗന്ദര്യ മത്സരത്തിൽ മസിലുകൾക്കാണ് പ്രാധാന്യമെങ്കിലും കിഡ്സ് വിഭാഗത്തിന് പോസിംഗ് ആണ് പ്രധാന ഘടകം. കുട്ടനല്ലൂരിൽ ടീം വെഞ്ചർ ഫിറ്റ്നസ് സെന്റർ എന്ന സ്ഥാപനം നടത്തുന്ന പിതാവ് ജിൻഷാദിന്റെ പ്രോത്സാഹനമാണ് ഈ മിടുക്കന്മാരെ വിജയത്തിലെത്തിച്ചത്. ജിൻഷാദിന്റെ ഫിറ്റ്നസ് സെന്ററിൽ നിന്ന് അഭിനവ്, ആൻജോ, നിജോ എന്നിവരും മുതിർന്നവരുടെ വിഭാഗത്തിൽ കിരീട നേട്ടത്തിന് അർഹരായി. 5-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദിൽ ആലങ്ങാട് ശങ്കര UP സ്കൂളിലും 3-ാം ക്ലാസ്സുകാരൻ അമാൻ കാവല്ലൂർ സെന്റ് ആന്റണീസ് സ്കൂളിലുമാണ് പഠിക്കുന്നത്. മത്സരത്തിനായി 6 മാസമായി ഇവർ പരിശീലനത്തിലായിരുന്നു. ശരീര സൗന്ദര്യത്തിൽ മാത്രമല്ല ഫുട്ബോൾ, സ്കേറ്റിംഗ്, കരാട്ടെ എന്നിവയിലും ഈ ചുണക്കുട്ടികൾ പരിശീലനം നേടുന്നുണ്ട്. Double biceps, side chest, front leg spread. സാമൂഹിക പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയനായ ജിൻഷാദ് വളരെ കുറഞ്ഞ ഫീസ് വാങ്ങിയാണ് തന്റെ സ്ഥാപനത്തിൽ ബോഡി ഫിറ്റ്നസ് പരിശീലനം നൽകുന്നത്. യുവതലമുറയെ മാരകലഹരിയുടെ ലോകത്തു നിന്ന് മാറി സഞ്ചരിക്കാനും സ്വന്തം ശരീരത്തെ സ്നേഹിക്കാൻ അവരെ പ്രാപ്തരാക്കാനുമാണ് താൻ ലക്ഷ്യമിടുന്നതെന്ന് ജിൻഷാദ് പറയുന്നു. കുട്ടികൾക്ക് ആശംസകൾ നേരാൻ പഞ്ചായത്ത് മെമ്പർ സൈമൺ നമ്പാടനും എത്തിയിരുന്നു. നമ്മുടെ ഈ വാർഡില് ജിൻഷാദ് കൗലത്ത് ദമ്പതികളുടെ മക്കളായ ആദിലും അമാനും, ഒരാള് കാവലൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിലും ഒരാള് ശങ്കര UP സ്കൂൾ ആലങ്ങാടിലും വിദ്യാർത്ഥികളാണ്. ഇവര് രണ്ടുപേരും ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ തന്നെ കിഡ്സ് വിഭാഗത്തില്, ബോഡി ബിൽഡിംഗ് വിഭാഗത്തില് കിഡ്സ് സെക്ഷനില് ഇന്നത്തെ ജില്ലാ ചാമ്പ്യന്മാരാ. അങ്ങനെ തന്നെ ഇവര് ഇന്ന് ഈ നാടിന്റെ അഭിമാന താരങ്ങളായി മാറിയിരിക്കുക. ഇവർക്ക് ഭാവി ജീവിതത്തിൽ ഈ വിഭാഗത്തില് ഉന്നത നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അടുത്ത വർഷം മിസ്റ്റർ കേരള മത്സരത്തിൽ ആദിലിനെയും അമാനെയും പങ്കെടുപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പിതാവ് ജിൻഷാദ്. ഒപ്പം ഇളയ സഹോദരി അയ ഫാത്തിമയെയും മത്സരത്തിന് സജ്ജമാക്കുമെന്ന് ഇവർ പറയുന്നു. ജീവിതമാകണം ലഹരി എന്ന ആശയം ഉയർത്തി സ്വന്തം ശരീരത്തെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു പിതാവിന്റെ സ്വപ്ന സാക്ഷാത്കാരമായി മിസ്റ്റർ തൃശൂർ പട്ടം നേടിയ 2 കൊച്ചുമിടുക്കന്മാരാണ് ഇപ്പോൾ എന്നോടൊപ്പമുള്ളത്, ആദിലും അമനും. അതിൽ മിസ്റ്റർ തൃശൂർ നേടിയിരിക്കുകയാണ് കിഡ്സ് വിഭാഗത്തിൽ. എങ്ങനെ തോന്നുന്നു ഈ ഒരു നിമിഷത്തെ? വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഞങ്ങൾ അധികം വർക്കൗട്ട് ചെയ്തില്ല. 6 മാസം ഞങ്ങൾക്ക് പോസിംഗ് ആണ്. 12 വയസ്സിന്റെ അടിയിലേക്ക് പോസിംഗ് മാത്രമേ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ആപ്സ് ഒന്നും വേണ്ട. ഉപ്പാക്ക് സ്വന്തമായിട്ട് ജിമ്മുണ്ട്. റെഡ് സ്റ്റാറിന് ഞങ്ങൾ ഫുട്ബോൾ ക്യാമ്പിന് പോകുന്നുണ്ട്. അവിടെ നിന്ന് ഉപ്പാടെ വർക്കൗട്ട് കഴിയണ ഞങ്ങൾ ജിം ക്ലാസ്സിൽ ഇരുന്നിട്ട് അവിടെ ഉള്ള വർക്കൗട്ട് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞങ്ങളിപ്പോ ഇങ്ങനത്തെ ഒരു നിലയിലെത്തിയത്. അമൻ, എന്ത് തോന്നുന്നു? ചേട്ടനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണോ ഇതിലേക്ക് ഇറങ്ങിയത്? ഇതിലിറങ്ങിയ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിന് മുമ്പ് ഞങ്ങൾ കരോട്ടയ്ക്കും സ്കേറ്റിങ്ങിനും ഇതൊക്കെ പോയിട്ട് ബോഡി ഫിറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഉപ്പയുടെ ട്രെയിനർ പറഞ്ഞു മത്സരത്തിൽ ഇവരെ ഇറക്കാന്ന്. അപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ശരീര സൗന്ദര്യത്തിൽ മാത്രമല്ല ഫുട്ബോളിലും കരാട്ടയിലും സ്കേറ്റിംഗിലും ഒക്കെ പ്രതിഭ തെളിയിച്ചവരാണ് ആദിലും അമാനും. അടുത്ത തവണ ഇക്കമാർക്കൊപ്പം മത്സരത്തിനിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കുഞ്ഞനുജത്തി അയ ഫാത്തിമയും. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. വരാക്കര കപ്പടയ്ക്ക് സമീപം ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. വരാക്കര പയ്യാക്കര സ്വദേശി മൽപ്പാൻ വീട്ടിൽ നിക്സനാണ് പരിക്കേറ്റത്. നിക്സൺ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. ആമ്പലൂർ ഭാഗത്തു നിന്ന് വന്നിരുന്ന ഓട്ടോ തെക്കേക്കര റോഡിലേക്ക് തിരിയുന്നതിനിടെ പിറകിൽ വന്ന ബൈക്ക് ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വരന്തരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജിയുടെ നേതൃത്വത്തിൽ സക്സസ് ഫ്യൂവൽ എന്ന വിഷയത്തിൽ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു.
വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സൈക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ യു വിജയഭാനു ഉദ്ഘാടനം ചെയ്തു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങനിയാടൻ അധ്യക്ഷത വഹിച്ചു. ബ്രെയിൻ റിവയറിംഗ് മനുഷ്യ മനസ്സിന്റെ പ്രവർത്തനങ്ങളിലും പെരുമാറ്റ രീതിയിലും മാറ്റങ്ങൾ വരുത്തി ജീവിതത്തെ വിജയപഥത്തിൽ എത്തിക്കാൻ സാധിക്കുമെന്ന് ഡോക്ടർ വിജയഭാനു അഭിപ്രായപ്പെട്ടു. പ്രിൻസിപ്പൽ ഡോക്ടർ കെ എൽ ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി, സൈക്കോളജി വിഭാഗം മേധാവി എം കെ സുരേഷ്, പി കീർത്തന എന്നിവർ പ്രസംഗിച്ചു. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ ശതോത്തര സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ഫാദർ സേവ്യർ ഖാൻ വട്ടായിലും സംഘവും നേതൃത്വം നൽകുന്ന അഭിഷേകാഗ്നി ബൈബിൾ കൺവെൻഷൻ ബുധൻ ആരംഭിക്കും. വൈകിട്ട് 5-ന് ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാനത്തിന്റെ കാർമ്മികത്വത്തിൽ കുർബാന, തുടർന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് സാലത്ത് വചനസന്ദേശം നൽകി ഉദ്ഘാടനം ചെയ്യും. എല്ലാ ദിവസവും വൈകിട്ട് 4:30 മുതൽ രാത്രി 9:15 വരെ നടക്കുന്ന കൺവെൻഷൻ ഞായറാഴ്ച സമാപിക്കും. ഞായറാഴ്ച മാർ ബോസ്കോ പുത്തൂർ സമാപന സന്ദേശം നൽകും. കൺവെൻഷൻ ദിനങ്ങളിൽ സമീപ പ്രദേശങ്ങളിലേക്ക് ബസ് സൗകര്യം ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വന്യമൃഗങ്ങളിൽ നിന്നും കൃഷിയെയും കർഷകരെയും സംരക്ഷിക്കുക, 1972 വനനിയമം പരിഷ്കരിക്കുക, വന്യമൃഗ സംഘർഷം പരിഹരിക്കാനുള്ള പദ്ധതിക്കായി കേന്ദ്രം 1000 കോടി രൂപ അനുവദിക്കുക എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി വരന്തരപ്പള്ളിയിൽ അഖിലേന്ത്യാ കിസാൻ സഭ കർഷക പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി കെ വി വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് എം വി സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി കെ കെ രാജേന്ദ്രബാബു, എൻ കെ സുബ്രഹ്മണ്യൻ, ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി, കെ എം ചന്ദ്രൻ, ടി എം മുകുന്ദൻ എന്നിവർ പ്രസംഗിച്ചു. ദീപ എസ് നായർ, ഗീത ഗോപി എന്നിവർ സന്നിഹിതരായി. മനക്കുളങ്ങര കൃഷ്ണവിലാസ് യു പി സ്കൂളിൽ തദ്ദേശീയ പാരമ്പര്യ ചികിത്സാ വിഭാഗത്തിന്റെ 2ാം ഘട്ട ഏകദിന പഠന ശിബിരം നടന്നു. ഗംഗാധരൻ വൈദ്യർ ഉദ്ഘാടനം ചെയ്തു. സോണൽ ചെയർമാൻ സദാനന്ദൻ വൈദ്യർ അധ്യക്ഷത വഹിച്ചു. സോണൽ സെക്രട്ടറി മുസ്തഫ വൈദ്യർ, ജയകുമാർ വൈദ്യർ, ഉമാപതി വൈദ്യർ, ബേബിലാർ വൈദ്യർ, അനിൽകുമാർ വൈദ്യർ, ടി ഡി ബാബു വൈദ്യർ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കോർണർ PTA യോഗം നടന്നു. പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര യോഗം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CT ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ച് ഓഫീസ് പ്രിവന്റീവ് ഓഫീസർ TK സന്തോഷ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പ്രധാന അധ്യാപിക ബിന്ദു, ഫസ്റ്റ് അസിസ്റ്റന്റ് പുഷ്കല, PTA വൈസ് പ്രസിഡന്റ് റിഞ്ചു രഞ്ജിത്ത്, MPTA പ്രസിഡന്റ് സിനി വിശ്വനാഥൻ, സ്കൂൾ ലീഡർ അഭയ രാഗ് എന്നിവർ പ്രസംഗിച്ചു. ചെങ്ങാലൂർ NSS കരയോഗം ആചാര്യൻ മന്നത്ത് പൽപ്പനാഭന്റെ 55ാമത് ചരമദിനം ആചരിച്ചു. സെക്രട്ടറി വിജയ് കുമാർ, ട്രഷറർ ചന്ദ്രമതി സുരേഷ് എന്നിവർ ഭദ്രദീപം കൊളുത്തി. വൈസ് പ്രസിഡന്റ് വിജയൻ കാട്ടാടത്ത്, കമ്മിറ്റി അംഗങ്ങളായ മധുകുമാരി, രേഖ രാധാകൃഷ്ണൻ എന്നിവരും മറ്റു കരയോഗാംഗങ്ങളും പുഷ്പാർച്ചന നടത്തുകയും പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു. ശിവരാത്രി സ്പെഷ്യലായി ട്രെയിൻ സർവീസ് നടത്തും. ആലുവയിലേക്കുള്ള ശിവരാത്രി സ്പെഷ്യൽ ട്രെയിൻ നമ്പർ 56605 ബുധനാഴ്ച രാത്രി 11:33 പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തും. വൈകിട്ട് 6-ന് നിലമ്പൂർ കോട്ടയം എക്സ്പ്രസും ശിവരാത്രി തീർത്ഥാടകർക്ക് ആലുവയിലേക്ക് പോകാനായി ഉണ്ടാകും. തിരിച്ച് രാവിലെ 5:15 ആലുവയിൽ നിന്നും വരുന്ന കണ്ണൂർ എക്സ്പ്രസ് നമ്പർ 16609 രാവിലെ 6:15 പുതുക്കാട് എത്തും. രാവിലെ 6:45 ഗുരുവായൂർ പാസഞ്ചറും 7:12 നിലമ്പൂർ എക്സ്പ്രസും ആലുവയിൽ നിന്ന് പുതുക്കാട്ടേക്ക് മടക്കയാത്രയ്ക്കുണ്ടാകും. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ശിവരാത്രി തീർത്ഥാടകർക്കായി എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയതായി സ്റ്റേഷൻ സൂപ്രണ്ട് അനന്തലക്ഷ്മി പറഞ്ഞു. പുതുക്കാട് KSRTC സ്റ്റാൻഡിൽ നിന്നും ശിവരാത്രി സ്പെഷ്യൽ സർവീസ് നടത്തും. പുതുക്കാട് KSRTC സ്റ്റാൻഡിൽ നിന്നും ആലുവയിലേക്ക് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 മുതൽ സ്പെഷ്യൽ സർവീസ് നടത്തും. 8 ബസ്സുകളാണ് അരമണിക്കൂർ ഇടവേളകളിലായി യാത്രക്കാരുടെ ലഭ്യതയ്ക്കനുസരിച്ച് സർവീസ് നടത്തുക എന്ന് KSRTC അധികൃതർ അറിയിച്ചിട്ടുള്ളതായി KK രാമേന്ദ്രൻ MLA അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ 8:30 വരെ ആലുവയിൽ നിന്നും തിരിച്ചും സർവീസുകൾ നടത്തുന്നതിനാണ് KSRTC ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. കേരള കാശി എന്നറിയപ്പെടുന്ന മറ്റത്തൂർ ഒമ്പതുങ്കൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷവും സമൂഹ അഭിഷേകവും ഫെബ്രുവരി 26-ന് ബുധനാഴ്ച നടക്കും. ശിവരാത്രി ദിവസം വ്രതമെടുത്തു വരുന്ന ഭക്തജനങ്ങൾക്ക് കൈലാസനാഥന്റെ ശ്രീകോവിലിനകത്ത് പ്രവേശിച്ച് അഭിഷേകവും അർച്ചനയും നടത്താവുന്നതാണ്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് സമൂഹാഭിഷേകം. രാവിലെ 5 മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. മഹാഗണപതി യോഗം, മഹാമൃത്യുഞ്ജയ ഹോമം, ഉഷപൂജ, അലങ്കാര പൂജ, ഉച്ചപൂജ, ദീപാരാധന, ചതുർയാമ പൂജകൾ എന്നിവ നടക്കും.
ചെമ്പുച്ചിറ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷവും ബലിതർപ്പണവും ഫെബ്രുവരി 26-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് നടത്തും. വൈകിട്ട് 6:30 ദീപാരാധനയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികൾ, രാത്രി 12 മണി മുതൽ ക്ഷേത്ര നടപ്പന്തലിൽ ബലിതർപ്പണവും ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള വിശാലമായ ജലാശയത്തിൽ സ്നാനവും നിർവഹിക്കാം. ക്ഷേത്രം മേൽതന്ത്രി PV മനോജ്, കീശാന്തി ബൈജു എന്നിവർ ബലിതർപ്പണത്തിന് കാർമ്മികത്വം വഹിക്കും. കുറുമാലിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന് ബുധനാഴ്ച കൊടിയേറും. വൈകിട്ട് 6:45 ക്ഷേത്രം മേൽശാന്തി ഏർനൂർമന ദാമോദരൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിക്കും. മാർച്ച് 4-നാണ് കുംഭഭരണി മഹോത്സവം നടക്കുന്നത്. മണലി രാമപുരം ശ്രീരാമക്ഷേത്രത്തിൽ ശിവരാത്രി ബലിതർപ്പണം വ്യാഴാഴ്ച പുലർച്ചെ 4 മണി മുതൽ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 9249275553 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നെല്ലിക്ക ആരോഗ്യത്തിന് മാത്രമല്ല ചർമ്മ സംരക്ഷണത്തിനും മികച്ചതാണ്. വിറ്റാമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മുഖക്കുരുവിന് കാരണമാകുന്ന ബാക്ടീരിയകളെ ചെറുക്കുന്നത് മുതൽ തിളങ്ങുന്ന ചർമ്മത്തിന് വരെ സഹായകരമാണ് നെല്ലിക്ക. റിപ്പോർട്ട് കാണാം. യുവത്വമുള്ള ചർമ്മം നിലനിർത്താൻ നെല്ലിക്ക അത്യാവശ്യമാണ്. ഈ ആന്റി ഓക്സിഡന്റുകൾ ചുളിവുകൾ, നേർത്ത വരകൾ, മങ്ങിയ നിറം എന്നിവ ഇല്ലാതാക്കുന്നു. നെല്ലിക്ക പതിവായി കഴിക്കുന്നത് ചർമ്മത്തിലെ കൊളാജൻ, എലാസ്റ്റിൻ എന്നിവ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. പതിവായി നെല്ലിക്ക കഴിക്കുന്നത് വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിനും ആരോഗ്യകരവും തിളക്കമുള്ളതുമായ ചർമ്മത്തിനും സഹായിക്കുന്നു. ചർമ്മത്തിന്റെ ദൃഢതയ്ക്കും സുസ്ഥിരതയ്ക്കും കാരണമാകുന്ന പ്രോട്ടീനായ കൊളാജൻ വികസനത്തിന് പ്രധാനമായും വിറ്റാമിൻ സിയെ ആശ്രയിക്കുന്നു. നെല്ലിക്ക കൊളാജൻ രൂപീകരണത്തിന് സഹായിക്കുന്നു. കൊളാജൻ ഉൽപാദനം ഉറപ്പുള്ളതും കൂടുതൽ മൃദുലവുമായ ചർമ്മത്തിന് കാരണമാകുന്നു. ചർമ്മത്തെ സുന്ദരമാക്കാൻ നെല്ലിക്ക കൊണ്ടുള്ള ഫേസ് പാക്കുകൾ പരീക്ഷിക്കാം. ഒരു ഫേസ് പാക്കിന്റെ ആദ്യത്തെ ഘട്ടമായി 2 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ തേനും ആവശ്യത്തിന് ചെറു ചൂടുള്ള വെള്ളവും യോജിപ്പിച്ച് പാക്ക് ഉണ്ടാക്കുക. ശേഷം ഈ പാക്ക് മുഖത്തും കഴുത്തിലുമായി തേച്ച് പിടിപ്പിക്കുക. ഉണങ്ങിയതിനു ശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ മുഖവും കഴുത്തും കഴുകുക. രണ്ടാമത്തെ ഘട്ടമായി 2 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയും 2 ടേബിൾ സ്പൂൺ തൈരും യോജിപ്പിച്ച് പാക്ക് ഉണ്ടാക്കുക. ശേഷം ഈ പാക്ക് മുഖത്തും കഴുത്തിലുമായി പുരട്ടുക. നന്നായി ഉണങ്ങിയതിനു ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. ആഴ്ചയിൽ 2-3 ദിവസം ഈ പാക്ക് ഇടാവുന്നതാണ്. മൂന്നാമത്തെ ഘട്ടമായി 2 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കറ്റാർ വാഴ ജെല്ലും യോജിപ്പിച്ച് മുഖത്തും കഴുത്തിലുമായി പുരട്ടുക. ഉണങ്ങിയ ശേഷം കഴുകി കളയുക. ആഴ്ചയിൽ 2-3 തവണ ഈ പാക്ക് ഇടാം. ഇത് മുഖ സൗന്ദര്യത്തിന് വളരെ നല്ലതാണ്. കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കും പുനരധിവാസ പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായി നടത്തുന്ന തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മാർച്ച് 10 മുൻപായി സൈനിക ക്ഷേമ ഓഫീസിൽ അപേക്ഷ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ബന്ധപ്പെടുക. ഫോൺ 0487-2384-037. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,075 രൂപയും പവന് 64,600 രൂപയും രേഖപ്പെടുത്തി. കിഴക്കേ കോടാലി കുന്നുമ്മൽ ശിവരാമൻ ഭാര്യ അമ്മിണി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുരേഷ് ബാബു മകനും ശോഭന മരുമകളുമാണ്. ചെങ്ങാലൂർ ശാന്തിനഗർ തരകൻ പെരേക്കാടൻ പാവുണ്ണി ഭാര്യ ആനി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജോജു, ലിംസൺ, ജെയ്സൺ, മേരീസ് എന്നിവർ മക്കളും ബെനറ്റ്, മീന, മിനി എന്നിവർ മരുമക്കളുമാണ്. വരന്തരപ്പള്ളി കോരനോടി തെക്കേക്കര പുതൂർക്കര ജോസ് ഭാര്യ വിൻസി അന്തരിച്ചു. 43 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. എബിൻ, അലീന, ആബേൽ എന്നിവർ മക്കളാണ്. കോടാലി മുരിക്കുന്നൽ കിഴക്കയിൽ ചേറു വീട്ടിൽ റപ്പായി അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മുരിക്കുങ്ങൽ സെന്റ് ജോസഫ് പള്ളിയിൽ. മേരിയാണ് ഭാര്യ. ഷാജി, സിജോ, പരേതനായ ഷൈജൻ എന്നിവർ മക്കളും സതീഷ്, മിനു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ.
കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാവ് പിടിയിൽ. തമിഴ്നാട് ട്രിച്ചി സ്വദേശി ധർമ്മരാജനാണ് പിടിയിലായത്. ആളൂർ പട്ടേപ്പാടത്ത് നിന്ന് മോഷണം നടത്തിയ കോടാലി സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആളൂർ പറമ്പിൽ 50 വയസ്സുള്ള സുരേഷാണ് പോലീസ് പിടിയിലായത്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തും പ്രാഥമികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് സ്നേഹസംഗമം സംഘടിപ്പിച്ചു. കെ രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുൻപിൽ ആശാ വർക്കേഴ്സ് നടത്തുന്ന അവകാശ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധയിടങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വിവാഹത്തിന്റെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് നടക്കുന്നതിനിടെ ഫോട്ടോഗ്രാഫറെ സാമൂഹിക വിരുദ്ധർ കത്തികൊണ്ട് കുത്തിയതായി പരാതി. കല്ലൂർ ഞെള്ളൂരിലാണ് സംഭവം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിലാണ് വ്യാപാരം നടക്കുന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.